ലാസ്റ്റ് മന്തിൽ ഹെൽത്ത് നോക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ ലാസ്റ്റ് മന്തിൽ എന്തെങ്കിലും കുഞ്ഞസുഖോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെയും 1-2 ദിവസം നമുക്ക് പഠിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ വാതിലടയ്ക്കോ. ഹായ് ഗൈസ്, ഐ അനഘ, ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ് അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. സോ ഇനി നീറ്റിന് ഒരു 1 മന്തോടെ ബാക്കിയുണ്ട്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലാസ്റ്റ് മന്ത് ഓഫ് നീറ്റിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ഒരു 2 to 3 years ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഈ ലാസ്റ്റ് 1 മന്തിൽ കുഞ്ഞു മിസ്റ്റേക്സ് കാരണം റാങ്ക് ഒത്തിരി സ്ലിപ്പായി പോകുന്ന കുട്ടികളെ പറ്റി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. സോ ആദ്യത്തെ മിസ്റ്റേക്ക്, ഈ ലാസ്റ്റ് 1 മന്തിൽ പുതിയ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടി ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്സ് ഈ ഒരു ലാസ്റ്റ് 1 മന്തിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അത് ഭയങ്കര ഒരു മിസ്റ്റേക്കാണ്. കാരണം ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്സ് ഹാഫ് ബേക്ക്ഡും ആയിരിക്കും. നിങ്ങൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ സമയം കിട്ടുന്നില്ല. അപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, ഹയർ ടോപ്പിക്സ് അല്ലാത്ത ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക. ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പുതിയ ടോപ്പിക്സ് പഠിക്കാതിരിക്കുക. അടുത്തൊരു കാര്യം, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സൊക്കെ പറയും ഈ ലാസ്റ്റ് മന്ത് ആയിട്ട് ഞാൻ ഈ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഈ മെറ്റീരിയലാണ് ആ ടോപ്പർ യൂസ് ചെയ്തത്, ആ ടോപ്പർക്ക് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഇത്ര റാങ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അയ്യോ ഇനി ഞാൻ ആ മെറ്റീരിയൽ പഠിച്ചില്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറയോ എന്നുള്ള കുറേ തോട്ട്സ് ഒക്കെ വരും. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാരണം ഈ ഒരു ലാസ്റ്റ് 1 മന്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. പുതിയ മെറ്റീരിയൽസോ പുതിയ ടെക്സ്റ്റ് ബുക്സോ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമല്ല. ഇത് ഇത്രയും കാലം നമ്മൾ പഠിച്ചതിനെ നമുക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനുള്ള സമയമുള്ളൂ. സോ ഇതുവരെ ഫോളോ ചെയ്ത മെറ്റീരിയലും ഇതുവരെ ഫോളോ ചെയ്ത ബുക്സും മാത്രം റിവൈസ് ചെയ്യാം. അടുത്തൊരു കാര്യം, കുറേ പേരൊക്കെ മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ആദ്യത്തെ 3 ദിവസം കെമിസ്ട്രി പഠിക്കട്ടെ, അടുത്ത 4 ദിവസം എന്നിട്ട് ഫിസിക്സ്, എന്നിട്ട് ബാക്കി 4 ദിവസം ബയോളജി, ഇങ്ങനെ പഠിച്ചോട്ടെ എന്ന്. ഇത് ഭയങ്കര ഒരു മണ്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആദ്യത്തെ 3 ദിവസം നമ്മൾ കെമിസ്ട്രി പഠിച്ചു, അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കെമിസ്ട്രി എടുക്കുന്നത്. അപ്പോഴത്തേനും ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ടച്ച് വിട്ടുപോകും. അപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, ഡെയിലി 3 സബ്ജക്റ്റും റിവൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക. അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കെമിസ്ട്രി നോക്കുക, ഈവനിങ് ഫിസിക്സ് നോക്കുക. ആ ഒരു രീതിയിൽ നിങ്ങളെ സ്ട്രാറ്റജി എന്താണോ, ഇൻക്ലൂഡ് 3 സബ്ജക്ട്സ്, 3ഉം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്തൊരു കാര്യം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. കാരണം മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക മോക്ക് ടെസ്റ്റിന്. സോ അതിൻ്റെ കോൺഫിഡൻസിനെ വല്ലാണ്ട് കുറയ്ക്കുന്നുണ്ട്. സോ ഞാൻ ഇനി മോക്ക് ടെസ്റ്റ് എഴുതുന്നില്ല, നേരെ ഇനി നീറ്റ് എക്സാമാണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു ഡേ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിലൂടെയൊക്കെ നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ എക്സാം സ്റ്റാമിന, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള, എക്സാം ടൈമിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് നമ്മുടെ മോക്ക് എക്സാം. ഒരു കാര്യം ആലോചിക്കുക, നീറ്റ് ഒരു എക്സാം മാത്രമല്ല, ആ ഒരു 3 hour നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും നമ്മുടെ റാങ്കും കാര്യങ്ങളൊക്കെ. മോക്ക് ടെസ്റ്റുകൾ ഒത്തിരി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ മോക്ക് ടെസ്റ്റുകൾ ഒന്നും അനലൈസ് ചെയ്യുന്നില്ല. മോക്ക് ടെസ്റ്റ് എഴുതുന്നു, ആ 3 hours കഴിയുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെക്കുന്നു, അടുത്ത സബ്ജക്റ്റ് എഴുതി പഠിക്കുന്നു. ഇങ്ങനെ ആകരുത്. മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു 2 hours 3 hours എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊന്നും കൂടെ നിങ്ങളെ സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ ഒന്നും കൂടെ റിവിഷനെ പവർഫുൾ ആക്കുകയും ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം ആലോചിക്കാൻ തുടങ്ങും, ഞാൻ നീറ്റ് എക്സാമിന് ഫെയിൽ ആവോ, എനിക്ക് MBBSന് സീറ്റ് കിട്ടുമോ, ഇങ്ങനെ ഒത്തിരി സെൽഫ് ഡൗട്ടുകളാണ്. പ്ലീസ് ഡോണ്ട് ഗിവ് നെഗറ്റീവ് കമൻറ്റ്സ് ടു യുവർ ബ്രെയിൻ. പിന്നെയും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇൻപുട്ട് നമ്മുടെ ബ്രെയിന് കൊടുക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഡേ. നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഡേ ഇന്നിപ്പോൾ ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ അന്നത് ശരിയാക്കും, ഇതെനിക്ക് നീറ്റ് എക്സാമിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ മിസ്റ്റേക്സിനെയും കാണുക. സ്കോർ കുറയുന്നത് കണ്ട് ടെൻഷൻ ആവാതിരിക്കുക. കാരണം ഈ ഒരു ലാസ്റ്റ് മന്ത് ഒക്കെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിൻ്റെയും സ്കോർ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഇനി ഈ ലാസ്റ്റ് മന്തിൽ അവളുടെ സ്ട്രാറ്റജി അതാ അല്ലെങ്കിൽ അവൻ്റെ സ്ട്രാറ്റജി അതാ എന്ന് പറഞ്ഞിട്ട് അവന് മാർക്ക് കൂടുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് മാർക്ക് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ട്രാറ്റജി കോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഇത്രയും കാലം നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരുന്നു, ഓർ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് അറിയുന്നത്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ലാസ്റ്റ് മന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയമില്ല. നമുക്ക് പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി കുറേ പേര് ബയോളജി ടെക്സ്റ്റ് വായിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ എക്സാം ഓറിയൻറ്റഡ് ആയ ബുക്സ് ലാസ്റ്റ് മിനിറ്റ് വായിക്കും, ഇതാണ് കുറച്ചും കൂടെ റിവൈസ് ചെയ്യാൻ സുഖം എന്ന് പറഞ്ഞിട്ട്. അതൊരിക്കലും ചെയ്യരുത്. NCERT നീറ്റ് എക്സാമിന് NCERTനോട് വല്ലാത്തൊരു ബന്ധമുണ്ട്. അപ്പോൾ NCERT തന്നെ മാക്സിമം ബയോളജിക്ക് വായിക്കുക, മാക്സിമം അല്ല ബയോളജിക്ക് NCERT തന്നെ വായിക്കുക. അടുത്തത് വലിയൊരു കാര്യമാണ് മെസ്സിങ് അപ്പ് യുവർ സ്ലീപ്പ് സൈക്കിൾ. അതായത് ഈ ഒരു ലാസ്റ്റ് മന്തിലൊക്കെ
കുറേ നേരം ഉറക്കമൊഴിച്ചിരുന്നൊക്കെ പഠിക്കും. 2-3 മണിക്കൂർ മാത്രം കിടന്നുറങ്ങിയിട്ട് ബാക്കി സമയം ഫുള്ളിരുന്ന് പഠിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന സാധനം നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. അപ്പോൾ ആ ഉറക്കം നമ്മൾ ഒരിക്കലും കളയരുത്. ആ ഒരു കൃത്യസമയത്ത് കറക്റ്റായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 6 to 7 hours എന്തായാലും ഈ ലാസ്റ്റ് മന്തിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഉറക്കം കളഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ളത് അത് ഇറ്റ്സ് എ മിത്ത്. അത് കറക്റ്റല്ല. കാരണം നമ്മൾ പഠിച്ച സാധനം നമ്മൾ പ്രോസസ്സ് ചെയ്യാനും നമ്മുടെ ബ്രെയിനിന് അതിന് പ്രോപ്പർ റെസ്റ്റ് വേണം. അത് കറക്റ്റ് നമുക്ക് എക്സാം ടൈമിൽ അത് ഓർത്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറി പവർ കൂട്ടാനൊക്കെ. സോ ഉറക്കം മസ്റ്റാണ്. ഇനി ഈ ലാസ്റ്റ് മന്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഹെൽത്ത്. കാരണം ഈ ലാസ്റ്റ് മന്തിൽ നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു പനി വന്നാൽ പോലും ഒരു 1-2 ദിവസം നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ 2 ദിവസം പഠിത്തം അവിടെ മുടങ്ങും. അപ്പോൾ നമുക്ക് പിന്നെ ടെൻഷനാകും, 2 ദിവസം എൻ്റെത് പോയി എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഒത്തിരി ടെൻഷനാകും. അപ്പോൾ മാക്സിമം അസുഖങ്ങളൊന്നും കിട്ടാതെ നോക്കുക. പുറത്തുനിന്നുള്ള വെള്ളം, അതേപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഈ ഒരു 1 മന്തിൽ മാക്സിമം കുറയ്ക്കുക. മെയിൻലി കുറേ സാലഡ്സ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ, വീട്ടിൽ നിന്ന് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സാലഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ബ്രെയിൻ. ഇപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക. കാരണം ഇതിപ്പോൾ സമ്മർ സീസണാണ്. അപ്പോൾ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് പിന്നെ ആൻറ്റിബയോട്ടിക്സ് ആയി, അതിൻ്റെ മരുന്നായി, അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ അതിലും ബെറ്റർ എന്താണ്, അത് വരാതിരിക്കാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ലാസ്റ്റ് 30 days നിങ്ങളുടെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് ആയിരിക്കും. സോ ഡോണ്ട് ട്രൈ ടു ഡു എവറിത്തിങ്. ഡു ദ റൈറ്റ് തിങ് ആൻഡ് ഡോണ്ട് ബി പാനിക്. Trust yourself, trust your preparation. All the best, future doctors.